വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 38 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ താൻ സംസാരിച്ചിരിക്കവേ തൻ്റെ ശിഷ്യന്മാർ വന്നു. താൻ ആ സ്ത്രീയോട് സംസാരിക്കുന്നതിൽ അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ അങ്ങ് എന്താണ് ആവശ്യപ്പെടുന്നതെന്നോ എന്താണ് അവളോട് സംസാരിക്കുന്നതെന്നോ ആരും തന്നോട് ചോദിച്ചില്ല. ആ സ്ത്രീ അവളുടെ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. ആളുകളോട്, ഞാൻ പ്രവർത്തിച്ച കാര്യമെല്ലാം എന്നോട് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, അദ്ദേഹം പക്ഷേ മശിഹ ആയിരിക്കും എന്ന് പറഞ്ഞു. ആളുകൾ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് തൻ്റെ ശിഷ്യന്മാർ തന്നോട്, ഞങ്ങളുടെ ഗുരു ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞു. താൻ അവരോട്, നിങ്ങൾ അറിയാത്തതായ ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഭക്ഷിപ്പാൻ ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നിരിക്കാം എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു അവരോട്, എൻ്റെ ഭക്ഷണം എന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്ത് തൻ്റെ പ്രവൃത്തിയെ പൂർത്തിയാക്കുക എന്നതാകുന്നു. 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരും എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്ന വയലുകൾ കാണുവിൻ. കൊയ്യുന്നവൻ കൂലി പ്രാപിക്കും, നിത്യജീവനിലേക്ക് ഫലങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നത് ഇവിടെ സത്യവചനമാകുന്നു. നിങ്ങൾ അതിൽ പണി ചെയ്യാതിരുന്നത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. എന്തെന്നാൽ പണിയെടുത്തത് മറ്റുള്ളവർ, നിങ്ങളോ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ആമേൻ.